മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഉദ്യോഗസ്ഥരും പൗരാവലിയും ചേർന്ന് യാത്രയയപ്പും സ്നേഹാദരവും നൽകി. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം നൽകിയവർ അവരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം 5 വർഷം സുസ്ഥിരമായ സേവനത്തിന് ശേഷം നമ്മുടെ 21 മെമ്പർമാർ പടിയിറങ്ങി. പലരും പക്ഷേ തിരിച്ചു വെച്ചു. പക്ഷേ എങ്കിലും ഈ ഒരു ടൈം ഇവിടെ പര്യവസാനിക്കുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്യും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ പിന്നെ ഇവരൊക്കെ കാവൽ മന്ത്രിസഭ എന്ന് പറയുന്നത് പോലെ സാങ്കേതികമായി മാത്രമാണ് മെമ്പർമാരായി തുടരുക. അടുത്ത ഭരണസമിതി ചാർജ് എടുക്കുന്നത് വരെ സാങ്കേതികമായി മെമ്പർമാരാണെങ്കിലും പ്രത്യേക അധികാരങ്ങളൊന്നും ഇല്ല. ഫണ്ട് അനുവദിക്കാനോ നടപടിക്രമങ്ങൾ നടത്താനോ ഒന്നും കഴിയില്ല. ഒരു 5 വർഷം നമ്മുടെ നാടിന് വേണ്ടി ഈ പഞ്ചായത്തിലെ 21 വാർഡുകളിലായുള്ള ഏതാണ്ട് 30,000-ഓളം ജനങ്ങൾക്ക് വേണ്ടി 35,000 ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകളാണ് ഈ വേദിയിലിരിക്കുക. പലപ്പോഴും ജനപ്രതിനിധികളെ വളരെ രൂക്ഷമായി പലരും വിമർശിക്കാതെ, സ്വാഭാവികമായി വിമർശിക്കുന്നത് എന്തെന്ന് പറയാൻ കഴിയില്ല. ജനപ്രതിനിധികളുടെ ഭാഗത്ത് ചിലപ്പോൾ പെശകുണ്ടാകാം, ചിലപ്പോൾ പക്ഷപാതം ഉണ്ടാവാം, ചിലപ്പോൾ രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടാവാം, ചിലപ്പോൾ അഴിമതി ഉണ്ടാവാം. അപ്പൊ അങ്ങനെ തെറ്റായ പ്രവണതകൾ കണ്ടാൽ വിമർശിക്കുന്നതിനൊന്നും കുഴപ്പമുണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാക്കി മുഴുവൻ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ സ്വന്തം പുരോഗതിക്ക്, സ്വന്തം കുടുംബത്തിന്റെ നേട്ടത്തിന് വേണ്ടി അധ്വാനിക്കാനും പണം സമ്പാദിക്കാനും ജീവിതം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നതൊക്കെ നേടാനും വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ നിന്നും 5 വർഷം അങ്ങനെയുള്ള പല സ്വകാര്യ നേട്ടങ്ങളും മാറ്റിവെച്ചിട്ട് ഒഴിവാക്കിയിട്ട് സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അങ്ങേയറ്റം ആദരവുള്ള മനസ്സോടെ നോക്കിക്കാണേണ്ട ഒരു പ്രവർത്തനമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് രേഖദാസ്, CV അനിൽകുമാർ, ബോബി മാത്യു, ജോമി തോമസ്, സെക്രട്ടറി ഷാഹുൽ ഹമീദ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് ബോബിന മാത്യു, മുണ്ടക്കയം സഹകരണ ബാങ്ക് പ്രസിഡന്റ് റോയ് കപ്പിൽമാക്കൽ, വ്യാപാര സംഘടന പ്രതിനിധികളായ നജീബ് MK, റഷീദ് താന്നിമുട്ടിൽ, അനിൽ ഗായത്രി കറിപ്പൗഡർ, നെജി PK, വസന്തകുമാരി, ചാന്ദിനി എന്നിവർ പ്രസംഗിച്ചു. മെമ്പർമാർക്കുള്ള സ്നേഹോപഹാരം MLA വിതരണം ചെയ്തു. അടുത്തതായി 5ാം വാർഡ് മെമ്പർ ശ്രീ ദിനേശ് മുഹമ്മദ്. അടുത്തതായി 7ാം വാർഡ് മെമ്പർ. അടുത്തതായി 8ാം വാർഡ് മെമ്പർ ശ്രീ ഫൈസൽ മാർ.